അങ്ങനെ ഫൈനലി നമ്മൾ സക്രബൈൽ എലഫന്റ് ക്യാമ്പിലെത്തി. സക്രബൈൽ എലഫന്റ് ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ഡേ ഔട്ട് പ്ലേസ് ആണെങ്കിലും താമസിക്കുന്നതാണ് ഇത്തിരി കൂടി ദൂരം നിന്ന് വരുന്നവർക്ക് നല്ലത്. പിന്നെ ഈ ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്ത് താമസിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബുക്കിംഗ് എന്ന് പറയുന്നത് സക്രബൈൽ എലഫന്റ് ക്യാമ്പ് എന്ന് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെബ്സൈറ്റ് കാണാം. അതിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള വുഡിൻ്റെ ആണെങ്കിൽ വുഡിൻ്റെ സെലക്ട് ചെയ്യാം, ടെൻ്റ് അടിച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനത്തെ കോട്ടേജ് സെലക്ട് ചെയ്ത് മുൻകൂട്ടി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് മാത്രമാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ സ്റ്റേ ചെയ്യണമെങ്കിൽ. ഡേ ഔട്ട് ആണെങ്കിൽ രാവിലെ വന്ന് എലഫന്റ് ക്യാമ്പ് റൈഡൊക്കെ കണ്ടു പോവാം. പക്ഷേ ബെറ്റർ ഇങ്ങനെ തലേദിവസം വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം റൈഡ് ആക്ടിവിറ്റികളൊക്കെ കണ്ടു പോകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മൾ എടുത്ത ഇങ്ങനത്തെ കുറേ ഒരു 5-6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളെടുത്തത് വുഡൻ്റെ ആണ്. ഇല്ല, അപ്പം അതിൻ്റെ ഇൻസൈഡ് വിഷ്വൽസ് കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കോട്ടേജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കോട്ടേജിന് 5,000 ആണ് വരുന്നത് പ്രൈസ് വരുന്നത്. പിന്നെ GST അടക്കം വാരി ചെയ്യും. പിന്നെ കെറ്റിലൊക്കെ ഉണ്ട്, പക്ഷെ വലിയ തണുപ്പുള്ള അറ്റ്മോസ്ഫിയർ ഒന്നുമല്ല ബാംഗ്ലൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഒരു വാഷ്റൂം ഉണ്ട്. നമ്മൾ ടെൻ്റ് അടിച്ചൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ വാഷ്റൂം കിട്ടും, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ കൊണ്ടാണ് നമ്മൾ വുഡൻ്റെ കോട്ടേജ് എടുത്തത്. പക്ഷെ ടെൻ്റ് അടിച്ചിട്ടുള്ള ഇതിൽ ഇത്തിരി കൂടി പൈസ കുറവാന്ന് തോന്നുന്നു, 2,000 സംതിങ് ഉള്ളൂ. സക്രബൈൽ എലഫന്റ് ക്യാമ്പ് എന്ന് കന്നഡയിൽ പറഞ്ഞ ഷുഗർ ഫീൽഡ് എന്നാണ് അതിന്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് വരണമെന്ന് പറയാൻ കാരണം, നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ വളരെ ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഒരു 6 hours ഒക്കെ ട്രാവൽ ചെയ്ത് വരാണ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടുത്തെ ഒരു എലഫന്റ് ക്യാമ്പ് തുറക്കുന്നത് രാവിലെ 8:30 തുറക്കുന്നത്. അപ്പോൾ അത്രയും നേരത്തെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിന് ട്രാവൽ ചെയ്ത് വന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഏരിയ ഒന്നും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ബെറ്റർ എപ്പോഴും ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ജംഗിൾ ലോഡ്ജ്, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ജംഗിൾ ലോഡ്ജിൽ അക്കോമഡേഷൻ എടുത്ത് നിങ്ങൾക്ക് സ്റ്റേ ചെയ്ത് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ട്, ഫുഡ് കഴിച്ച് നിങ്ങൾ റിലാക്സ് ചെയ്ത് ഈവനിങ് ഒരു ഫോറസ്റ്റ് വാക്ക് ഉണ്ട്, 2 kilometer ഫോറസ്റ്റ് വാക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റിലാക്സ് ചെയ്ത് പിറ്റേ ദിവസം നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഈ ലോഡ്ജ് ഉള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് എലഫന്റ് ക്യാമ്പ് ഉള്ളത്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് എത്തി ഫുഡ് കഴിക്കാൻ പോവാട്ടോ. ഉച്ച നോർമൽ ഒരു ഫുഡാണ്. നിങ്ങൾക്ക് നോൺ വെജ് വേണമെന്നുള്ളവർക്ക് സെപ്പറേറ്റ് ഫിഷ് കബാബ് ഒക്കെ ഉണ്ടാവും. നോർമൽ മീൽസ് ആണ് ഉണ്ടാവും. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തതിനു ശേഷം അവിടെ ഫോറസ്റ്റ് വാക്കാണ്, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫോറസ്റ്റ്. അപ്പൊ ജസ്റ്റ് ഒരു വാക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കൂടെ വന്ന മറ്റു ഫാമിലീസ് ആണ്, മറ്റ് കോട്ടേജിലുള്ള ഫാമിലീസ് കൂടെ നമ്മൾ ഫോറസ്റ്റ് വാക്കാണ്. ഒരു ഗൈഡ് ഉണ്ടാവും. അപ്പൊ അവിടുത്തെ മരങ്ങളെ പറ്റിയിട്ടും ബേർഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ഒക്കെ ഗൈഡ് തരുന്നതായിരിക്കും. ಮಾರ್ಚ್ ಏಪ್ರಿಲ್ ಟೈಮ್ ಡ್ರಿಂಕಿಂಗ್ ವಾಟರ್ ಯೂಸ್ ಮಾಡ್ತೀವಿ. ಇದು ಮೇಲ್ಗಡೆ ಕಟ್ ಮಾಡಿದ್ರೆ ಇನ್ಸೈಡ್ ವಾಟರ್ ಸ್ಟೋರೇಜ್ ಇರ್ತದೆ. ಈ ಸಮ್ಟೈಮ್ಸ್ ಮಾರ್ಚ್ ಏಪ್ರಿಲ್ ಟೈಮಲ್ಲಿ ಈ ಟೈಗರ್ ಲೆಪರ್ಡ್ ಎಲ್ಲ ಕುಡಿಲಿಕ್ಕೆ ಸ್ಕ್ರಾಚ್ ಮಾಡಿ ನೇಲ್ಸ್ ಅಲ್ಲಿ സ്ക്രാച്ച് ഇത് ആനയുടെ ഫുട് പ്രിന്റ്. ആന വൈൽഡ് എലിഫന്റും ഇതിൽ കൂടെ കടന്നു പോകാറുണ്ട്. ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന എലിഫന്റ്. ഇവിടെ കൂടുതലായിട്ട് ഈ ക്യാമ്പിൽ, അതായത് ക്യാമ്പ് എന്ന് പറയുന്നത് ഒരു ഡേ ഔട്ട് ഇതാണ്. ഡേ ഔട്ട് അല്ലാണ്ട് സ്റ്റേ ചെയ്യുന്നവർക്കാണ് ഇങ്ങനത്തെ ഫോറസ്റ്റ് വാക്കും ഞാൻ പറഞ്ഞ എല്ലാ ഫെസിലിറ്റികളും ഉള്ളത്. രാത്രിയിലത്തെ ആയാലും എല്ലാവിധ ഫെസിലിറ്റികളും കൊടുക്കുന്നത് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ രാത്രിയിലത്തെ ക്യാമ്പ് ഫയർ ആണ് നമ്മളിത്. ജസ്റ്റ് ഒരു സൂപ്പൊക്കെ നമുക്ക് കിട്ടും. ഒരു ഡോക്യുമെൻ്ററി ഫിലിം ഒക്കെ ഉണ്ട്. ജസ്റ്റ് ആനിമൽസിനൊക്കെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ, ആനിമൽസ് ഫോറസ്റ്റിലെ ബേർഡ്സിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രി നമ്മൾ ഡിന്നർ കഴിക്കും. അപ്പോൾ ശിവമോഗയിൽ കർണാടകയിലെ ശിവമോഗയിൽ നിന്ന് 14 kilometer ആണ്. അപ്പോൾ നിങ്ങൾ ശിവമോഗ അല്ലെങ്കിൽ സക്ലേഷ്പൂർ ഏരിയൻ്റെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ രാവിലെ പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ ഡേ ഔട്ട് നമ്മൾ ചെയ്ത പോലെ ഡേ ഔട്ടൊക്കെ വന്ന് പോകാവുന്നതാണ്. രാവിലെ 8:30 തൊട്ട് 11:30 വരെയാണ് എലഫന്റ് ക്യാമ്പ് ഉള്ളത്. ഈ സൗത്ത് ഇന്ത്യയിൽ രാത്രിയിലത്തെ ഫുഡാട്ടോ. അതിന് മുന്നേ ഫുഡിനെ പറ്റി പറയാം. ഫുഡ് സൂപ്പറായിരുന്നു. ഉച്ചക്കലത്തെ ഫുഡ് എനിക്ക് അത്ര പോരാൻ തോന്നിയെങ്കിലും രാത്രിയിലത്തെ നല്ല അടിപൊളി ഫുഡായിരുന്നു. പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റും നല്ല തന്നെയാണ്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ മോർണിംഗ് 6 മണിക്ക് ചായ കുടിച്ച് നമ്മളത് ഫോറസ്റ്റിലോട്ട് ഇറങ്ങാണ്. പക്ഷെ കൂടുതൽ നമ്മുടെ കൂടെ വന്നവരൊക്കെ ഫാമിലി ആയിട്ട് ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് ഫോറസ്റ്റ് അത്ര അതായത് വൈൽഡ് എലിഫന്റുകളൊക്കെ ഉണ്ടാവുന്ന ഫോറസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോറസ്റ്റിലെ എലിഫന്റ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അതുകൊണ്ട് സേഫ് ആണ്. എങ്കിൽ കൂടിയും കുട്ടികളുള്ളവർക്ക് പ്രിഫർ ചെയ്യുന്നില്ല, ചെറിയ കുട്ടികളുള്ളവർക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് 2 പേര് മാത്രമായിട്ടാണ് 3 പേരായിട്ട് മാത്രമാണ് പോയത്.
അങ്ങനെ ഓരോ സ്ഥലത്തെയും പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗൈഡ് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷെ മലയാളം നിങ്ങൾ മലയാളത്തിൽ തന്നെ കേൾക്കണം എന്ന് വാശി പിടിക്കരുത്. തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ് ഒക്കെ കംഫർട്ടബിൾ ആണ്. നമുക്ക് സൂപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഫോറസ്റ്റിലെ ഓരോ കാര്യങ്ങളും, എങ്ങനെയാണ് മരങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളും മരങ്ങളുടെ ഒരു ജനറ്റിക് നേച്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ശിവമോഗ ആ റൂട്ടിലൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒരു ഡേ ഔട്ട് ഞാൻ പ്രിഫർ, അല്ലാണ്ട് ലോങ് ഡിസ്റ്റൻസിൽ വരുന്ന തികച്ചും വെർത്ത്ഫുൾ ആണ്. ആ ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ ഒക്കെ എൻജോയ് ചെയ്തൊരു നല്ല ഹാപ്പി ആയിട്ട് ആ ഫോറസ്റ്റിൽ കൂടെ രാവിലെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഹെവി ട്രക്കിംഗ് ഒന്നുമില്ല, ഒരു മൈൽഡ് ട്രക്കിംഗ് ഫോറസ്റ്റിലൂടെ. പക്ഷെ കുറെ നടക്കാനുണ്ട്, അപ്പോൾ നടക്കാൻ കംഫർട്ട് ആയിട്ടുള്ളവർ മാത്രം വരിക, കാരണം ഒരു 5 കിലോമീറ്റർ നടത്തമുണ്ട്. പക്ഷെ ഒരു ഹെവി കയറ്റം പോലത്തെ ട്രക്കിംഗ് ഒന്നുമില്ല, അപ്പൊ നടക്കാൻ കംഫർട്ടായി വരിക. നമ്മൾ ലാസ്റ്റ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ഉടുപ്പി, ചിക്മംഗ്ലൂര്, മംഗലാപുരം റൂട്ടിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന റൂട്ടാണ് സക്രേബേൽ എലഫന്റ് ക്യാമ്പ്. സൗത്ത് ഇന്ത്യയിൽ കൂടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ എലഫന്റ് ക്യാമ്പിലെത്തി. അതായത് സൗത്ത് ഇന്ത്യയിൽ കൂടിയിട്ട് 2 എലിഫന്റ് ക്യാമ്പുകളുള്ളൂ ഇത്തരം ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന. കൂർഗിലാണ്. പക്ഷെ കൂർഗിൽ ഇതുപോലെ ആനകളെ കുളിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമല്ലേ. ഇപ്പൊ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലായാലും ആനകൾ അടുത്ത് ചെന്ന് നമുക്ക് ടച്ച് ചെയ്ത് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് പറ്റുന്ന വേറൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, ശിവമോഗയിലുള്ള സക്രേബയിലെ എലിഫന്റ് ക്യാമ്പ്. നമ്മൾ ആദ്യം എലിഫന്റ് ബാത്തിനാണ് നമ്മൾ ജംഗിൾ ലോഡ്ജിൽ സ്റ്റേ ചെയ്തവർക്ക് ഇവിടുത്തെ എൻട്രി ഫീ ആണ്. പിന്നെ മറ്റെല്ലാ ട്രക്കിങ്ങും എല്ലാം അതിൽ ഫ്രീ ആണ്, ഫുഡും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. സ്റ്റേ ചെയ്യുന്നവർക്ക് കൂടി ബോട്ടിങ്, ഈ കാണുന്ന ബോട്ടിങ്, അവിടെ ഒരു വലിയൊരു ലേക്ക് ഉണ്ട്, ഒരു ½ ലേക്ക് ഉണ്ട്. ആ ബോട്ടിങ്ങിന് പൈസ കൊടുക്കണം. പിന്നെ ഈ എലഫന്റ് ബാത്ത്, നമുക്ക് ഇത്രയും അടുത്ത് നിന്നിട്ട് എലിഫന്റിനെ കുളിപ്പിക്കാൻ പറ്റും. നമ്മുടെ ഗുരുവായൂരൊക്കെ ആനക്കോട്ടയുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും ക്ലോസ് ആയിട്ട് ആനയെ കുളിപ്പിക്കാൻ പറ്റുന്ന വേറൊരു സ്ഥലവും ഇല്ല. ഒരുപാട് ഫോറിനേഴ്സ് എടുക്കും, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴും ഇവിടെ എന്താ പറയാ, പല സ്ഥലത്തും ഓരോ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവന്നാൽ ഇപ്പോഴും ആ ഒരു അവരുടെ ഒരു ട്രഡീഷൻ കൊണ്ടുപോകുന്ന ഒരേ ഒരു എലഫന്റ് ക്യാമ്പാണ്. കൂർഗിൽ എലഫന്റ് ക്യാമ്പ് ഉണ്ട്, പക്ഷെ അവിടെ ഇങ്ങനെ എലഫന്റ് ബാത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. എലഫന്റിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കാണാം. സഫാരി, ഫോറസ്റ്റിലൂടെ സഫാരി പറ്റും. പക്ഷെ ഇവിടെ കണ്ടില്ലേ കുട്ടിയാനൊക്കെ കളിക്കുന്നത്. ഇവിടെ ഫോറസ്റ്റിലൂടെ പോയി നമുക്ക് പക്ഷികളെ ആയാലും കൂടുതൽ സൂം ചെയ്ത്, ഗൈഡ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇവരുടെ ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിലും ഇവരുടെ ഗൈഡ് സർവീസ് ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു. ഫുഡ് ആയാലും ലോഡ്ജില് സ്റ്റേ ആയാലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഗൈഡ് ആയാലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും തന്നു. നമ്മൾ വന്നത് എന്തായാലും സ്ഥിതിക്ക് ബോട്ടിംഗ് ഒന്നും വലിയ താല്പര്യമില്ല, എന്നാലും നല്ല മനോഹരമായ ലേക്കാണ്. ഇത്തിരി വെർത്ത്ഫുൾ ആണ്, കുറെ ടൈമിംഗ് ഉണ്ട്. ഒരു ബോട്ട് സഫാരി, ബോട്ട് റൈഡ് എന്ന് പറയുന്നത് വെർത്ത്ഫുൾ ആണ്. പിന്നെ ഫോറസ്റ്റിലൂടെ സഫാരി എന്ന് പറയുന്നത് വണ്ടിയിലൂടെ എല്ലാം നടക്കുന്നതാണ്, അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം മറ്റുള്ളവർക്കൊന്നും ഫോറസ്റ്റിലൂടെ നടന്നിട്ടുള്ള ഒരു സഫാരി അലോ ചെയ്യുന്നില്ലെങ്കിലും ഇവിടെ അങ്ങനെ ഭയങ്കര വൈൽഡ് എലിമെന്റ് ഒന്നും, അതായത് അനിമൽസ് ഒന്നും ഇല്ല. പക്ഷെ ഉണ്ട്, രാത്രിയൊക്കെ വരാറുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒത്തിരി സേഫ് ആയിട്ടുള്ള ഒരു വൈൽഡ് സഫാരി ആയിരുന്നു. ഒരു 4 to 5 കിലോമീറ്റർ ഉള്ളതെങ്കിലും നല്ല ആസ്വദിക്കാൻ പറ്റി. മനസ്സ് നിറഞ്ഞൊരു പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇത്ര ഒരു ആക്ടിവിറ്റി വേറെ എവിടെയും കിട്ടില്ല. നമ്മൾ ആനകളൊക്കെ നമുക്ക് ഒരുപാട് കണ്ടിട്ടുള്ള ആൾക്കാരുകളാണ്, പക്ഷെ ആനകളെ ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പൂരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അടുത്തുനിന്ന് ഇത്രയും ക്ലോസ് ആയിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ഈ ആനകളെ രാവിലെ കുളിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മൾ ആ കണ്ട ലോഡ്ജ് കണ്ടില്ല, ആ ലോഡ്ജിൽ അവിടെയുള്ള ആ ഫോറസ്റ്റിൽ ഇവര് കുളിപ്പിച്ച് കഴിഞ്ഞ് ഇവര് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നവരെ അവിടെ കൊണ്ടുവിടും. എന്നിട്ട് അവരെ നമ്മളെ പശു മേയ്ക്കാൻ വിടുന്ന പോലെ ആ ഫോറസ്റ്റിലേക്ക് അങ്ങടെ വിടും. ഈവനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരവിടെ പോയിട്ട് അവർ മേഞ്ഞ് നടക്കും. അങ്ങനെ സ്വതന്ത്രമായി ആ കാട്ടിലെ ഫുഡ്, നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയ കാട്ടിലെ ഫുഡൊക്കെ കഴിച്ച് നടക്കുന്ന ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന എലിഫൻസ്, ഞാൻ പിറ്റേ ദിവസം മൊത്തം 24 എലിഫന്റ് ഉണ്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആ കാട്ടില്. പിറ്റേ ദിവസം ഇവിടുത്തെ ട്രെയിനേഴ്സ് വന്ന് നമ്മൾ ആ ട്രക്കിങ്ങിന് പോയ ഫോറസ്റ്റിൽ ആ ടൈമിൽ, നമ്മൾ ആ ട്രക്കിങ്ങിന് പോയ രാവിലെ ആ ടൈമിൽ വന്നിട്ട് ഈ 24 ആനകളെയും ട്രെയിനേഴ്സ് വന്ന് തിരിച്ചുകൊണ്ട് നമ്മൾ വിസിറ്റേഴ്സിനായിട്ടുള്ള ആ ക്യാമ്പിലോട്ട് കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി വീണ്ടും വിസിറ്റേഴ്സിന് ടൈമൊക്കെ കഴിഞ്ഞ് അവരെ വീണ്ടും ക്യാമ്പിൽ നിന്ന് വീണ്ടും ഫോറസ്റ്റിലോട്ട് വിടും. അങ്ങനെ ഈ ആനകളൊക്കെ ഹെൽത്തി ആയിട്ട് അവരെ നല്ല പ്രോപ്പറായിട്ട് കാട്ടിലെ ഫുഡ് തന്നെ കഴിപ്പിച്ച് നല്ല ഹെൽത്തി ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ, ആരോഗ്യപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും ട്രെയിനിങ്ങും ചെയ്ത് നല്ല റെസ്ക്യൂ ചെയ്യുന്ന ഒരു ക്യാമ്പാണ്, സൗത്ത് ഇന്ത്യയിലുള്ള ഒരു ക്യാമ്പാണ് സക്രേബയിൽ. ഇതൊരു വിസിറ്റേഴ്സ് ക്യാമ്പ് മാത്രമല്ല, ഒരു ആനകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ക്യാമ്പാണ്. അപ്പോൾ ഇത്തരം വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.